ഹലോ എവ്രി വൺ, നമസ്കാരം, വണക്കം, നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ന് ഓഗസ്റ്റ് 20-യുടെ കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് എപ്പിസോഡുകളുടെ അഗ്നിപരീക്ഷ എപ്പിസോഡുകളുടെ ഒരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കന്നഡയിൽ നിന്നും തുടങ്ങാം. എന്നും പറയുന്ന പോലെ ആൻറ്റി ക്ലോക്ക് വൈസിൽ കന്നഡയിൽ നിന്നും തുടങ്ങാം. ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കുറേ കാര്യം. അപ്പോൾ കന്നഡയിൽ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് കാണണമെങ്കിൽ മക്കളെ കന്നഡയിലും തെലുങ്കിലും ഒക്കെ പോയി കാണണം. തമിഴിൽ ടാസ്കുകൾ ആരംഭിക്കാത്തത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തമിഴിൽ ഇതിൽ ടഫ് ടാസ്ക് കിട്ടുമെന്ന്. ഓക്കെ, എനിവേയ്സ് നമുക്ക് നോക്കാം, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ടാസ്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുകട്ടി ടാസ്ക്കാണ്. തെലുങ്കിൽ നമ്മൾ കഴിഞ്ഞ സീസണിലും ഈ സീസണിലും കണ്ട ഒരു ടാസ്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കന്നഡയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ ഡയറക്റ്റ് സെലക്ട് ചെയ്യാതെ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ടാസ്ക്കാണ് കേട്ടോ. രണ്ടുപേരെ വിളിച്ചിട്ട് ജഡ്ജസാണ് രണ്ട് പേരെ സെലക്ട് ചെയ്യുന്നത്. രണ്ടുപേരെ വിളിച്ചിട്ട് അവർക്ക് അവരുടെ ഫോൺ കൊണ്ട് കൊടുക്കുകയാണ്. ഫോൺ അടിച്ച് പൊട്ടിച്ച് കളയാൻ പറയുകയാണ്. അതായത് വെറുതെ ചുമ്മാ അതിൽ എങ്ങനെ പൊട്ടിക്കുകയല്ല, ഒരു വലിയ രണ്ടുപേർക്കും 2 കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ ഫോണ് ഒരു ഇതിനകത്ത് ചുറ്റിയിട്ട് അടിച്ച് പൊട്ടിക്കാൻ പറയുകയാണ്. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, ഞാനിത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണ്, അപ്പോൾ എനിക്ക് അത് പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ദിസ് ഈസ് ബിഗ് ബോസിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയില്ലേ, ഇത് തയ്യാറായിട്ടല്ലേ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുന്നു. രണ്ടുപേരും ട്രൈ ചെയ്യുന്നു. ഒരാളുടെ ഫോണ് അടിച്ച് പൊട്ടിച്ച് നാശമാക്കി ആ കുട്ടിയുടെ കൈയും കാര്യങ്ങളൊക്കെ മുറിയുന്നുണ്ട്. മറ്റേ ആൾ എത്ര ശ്രമിച്ചിട്ടും ഫോൺ ബ്രേക്ക് ആവുന്നില്ല. കാരണം ആ കുട്ടിയുടെ മൈൻഡ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഒട്ടും ഫോണിനൊരു കോട്ടം തട്ടിയില്ല. ഫോൺ സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ അതവർ സ്പോട്ടിൽ ആ കുട്ടിയെ എലിമിനേറ്റ് ചെയ്ത് വിടുവാണ്. മറ്റേ കുട്ടിയെ അഗ്നിപരീക്ഷയിലേക്ക് ഇന്നായി. അതായിരുന്നു ഒരു ടാസ്ക്. സെക്കൻഡ് വൺ ഈസ് എൻഡുറൻസ് ടാസ്ക്. കട്ടിയായിട്ടുള്ള ടാസ്ക്കായിരുന്നു. 2 പയ്യന്മാരായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അവരുടെ അടുത്ത് ഷർട്ടും പാൻറ്റും ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു ഡ്രമ്മിനകത്ത് ഹാഫിൽ ഐസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഐസ് വാട്ടർ അല്ല, അതിനകത്ത് വീണ്ടും ഐസ് ബ്ലോക്സ് ഇട്ട് വെച്ചിട്ടുള്ള അതിനകത്ത് ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടൈം ഇരിക്കണം എന്നുള്ളതാണ്. മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ രണ്ടുപേരും ഓക്കെ ആയിരുന്നു. രണ്ടുപേരും അതിനകത്ത് ഇരുന്നിട്ട് ഗിവപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് പല തവണ ചോദിച്ചിട്ടും രണ്ടുപേരും ഗിവപ്പ് ചെയ്തതേ ഇല്ല. രണ്ടുപേരും ഇരുന്നു. ലാസ്റ്റ് ഒരു അവരായിട്ട് തന്നെ ടാസ്ക് അവസാനിപ്പിച്ചു. ആ ടാസ്ക് അവസാനിപ്പിച്ച സമയത്ത് അതിനകത്ത് ഒരാളെയാണ് സെലക്ട് ചെയ്തത്. അതായത് രണ്ടുപേരും ഇരുന്നത് 32 മിനിറ്റ്സ് ആണ്. 32 മിനിറ്റ്സ് ഇരുന്നെങ്കിൽ കൂടിയിട്ടും എക്സ്പ്രഷൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരല്പം പിടിവിട്ട് പോയായിരുന്നു. അപ്പോൾ ആ ആൾ ഔട്ടായി, മറ്റേ ആൾ ഇന്നായി. 32 മിനിറ്റ് നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാനൊക്കെ അത് ഈ ഒരു എൻഡറൻസ് ടാസ്കിന് പോയി കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയി ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാവും, പെട്ടിയിലാക്കി കൊണ്ടുവരേണ്ട അവസ്ഥയാവും. പക്ഷെ അവർ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കംഫർട്ടായിട്ട് എപ്പോൾ ഫീൽ ചെയ്താലും അത് പറയാനും അവിടെ ഡോക്ടേഴ്സ്, ആംബുലൻസ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ ടീം എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ ഫോണിൻ്റെ ടാസ്ക് പറഞ്ഞില്ലേ, ഫോണിൻ്റെ ടാസ്ക് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു ഫോണ് പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി ഒരു കഥ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ കഥ പറയുന്ന സമയത്ത് തന്നെ വിനയ് ഗൗഡ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പുള്ളി ഒരു ഫോണിന് ഓർഡർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇല്ല, ഈ കുട്ടി ഇത് ചെയ്യാതിരുന്നപ്പോൾ ലാസ്റ്റാണ് പറയുന്നതേ ഉള്ളൂ. അതേപോലെ ഈ എൻഡുറൻസ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ്റെ വ്യത്യാസത്തിലാണ് ഒരാൾക്ക് അത് മിസ്സായി പോയത്, മറ്റേ ആൾ എടുത്തു. ഇനി മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീര ടാസ്ക്കായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിലൊരാളിനെ സെലക്ട് ചെയ്തു, 4 പേരെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളിനെ സെലക്ട് ചെയ്തു. ഇന്ന് ഫോൺ ബ്രേക്കിങ്ങിൽ ഒരാളെ സെലക്ട് ചെയ്തു, എൻഡുറൻസിൽ ഒരാളെ സെലക്ട് ചെയ്തു. അപ്പോൾ ബാക്കി 9 പേരുണ്ടായിരുന്നതിൽ ഇനി 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേർക്കും കൂടി കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ഫുഡ്, വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ജ്യൂസ് പോലെ ഒരു സംഭവം കൂടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിക്കുന്ന സ്റ്റൈലാണ്. കൈ 2 ബാക്കിൽ കെട്ടിയിട്ട് വേണം കഴിക്കാൻ. അതായത് വെറുതെ വാ കൊണ്ട് കഴിക്കണം. അതാണ് ടാസ്ക്.
അപ്പോൾ ഇതിൽ 3 പേരും നന്നായിട്ട് തന്നെ അവരുടെ മാക്സിമം ഗിവപ്പ് ചെയ്യാതെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി അൺലക്കി, ആ കുട്ടി വൊമിറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആ കുട്ടി ഗിവപ്പ് ചെയ്തു. 2 പേരിൽ ഒരാളിനെ സെലക്ട് ചെയ്തു. അങ്ങനെ 4 പേരെ ഇന്നലെ സെലക്ട് ചെയ്തു. 4 പേരെ സെലക്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു ആദ്യം 5 പേര് 5 സ്റ്റാർ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. 11 പേര് ഡയറക്റ്റ് വീണ്ടും കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്തു. 4 പേരെ ഈ ടാസ്കിലൂടെയും സെലക്ട് ചെയ്തു. ടോട്ടൽ 20 പേരാണ് അഗ്നിപരീക്ഷ ടാസ്കിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇനി അടുത്തത് അവർ തമ്മിലുള്ള ടാസ്കുകൾ. അഗ്നിപരീക്ഷ ആരംഭിച്ചു. അപ്പോൾ അഗ്നിപരീക്ഷയിലെ ടാസ്കുകൾ കൊടുക്കുന്നത് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാർ കണ്ടസ്റ്റൻസിൽ 4 ടോപ്പസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ളൊരു സംഗതിയായിരുന്നു. ആ 4 ടോപ്പസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമായിട്ട് 4 ജഡ്ജസും 4 പേരുടെ പേരങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരാൾ ബാലൻസായി. ആ ബാലൻസ് ആയ ആളുടെ അടുത്ത് ഒരാളിനെ വിളിച്ചിട്ട് അവിടെ കോമ്പറ്റീഷൻ പറയുകയാണ്. അപ്പോൾ അവർ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ട് അവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 2 പേരുടെ ഇതിലൊരു കോട്ട് നിറയെ ബലൂൺ കിട്ടിയിട്ട് ആ ബലൂൺ ബ്രേക്ക് ചെയ്യണം. സ്വന്തമല്ല, ഓപ്പോസിറ്റ് ആളുടെ ബലൂൺ ബ്രേക്ക് ചെയ്യണം. അതായിരുന്നു ടാസ്ക്. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി വീഡിയോ ഒക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ അവർ ജയിച്ചു. അവർ ആ സ്ഥാനം നേടിയെടുത്തു. മറ്റേ കുട്ടി 5th പോയി. ഇതിനകത്ത് ഈ 4 പേരിരിക്കുന്നത്, ഈ 4 പേരും അഗ്നിപരീക്ഷയിൽ ലൈഫ് ലോങ് ക്യാപ്റ്റൻ ആണെന്നാണ് പറയുന്നത്. ആ ക്യാപ്റ്റൻസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആളിനെ സെലക്ട് ചെയ്യണം. അതായത് ചുമ്മാ നമ്മൾ എവിടെയുള്ള പോലെ അഖിൽമാരാരുടെ ടീം മറ്റേ ആളുടെ ടീം എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റുമല്ല, ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്ക് കണ്ടിട്ട് ഈ 4 ക്യാപ്റ്റൻസ് വിളിച്ച് കയറ്റണം. അപ്പോൾ ഇന്നലെ കൊടുത്തിരുന്ന ഓരോ ഗ്രൂപ്പ് തിരിക്കാനുള്ള ടാസ്കിൽ ഫസ്റ്റ് കൊടുത്തിരുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക്കാണ്. ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്തായിരുന്നു? അപ്പോൾ ബലൂൺ ബ്രേക്കിങ് ഓക്കെ, ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു കൊടുത്തത്. ആ ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരെ വിളിച്ചു. 4 പേരിനെ വിളിച്ചിട്ട് 4 പേർക്ക് ഒരു റൗണ്ടിനകത്ത് 4 റോപ്പ് കെട്ടി ഓരോ കളർ റിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ ബാറുണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് ആ ബാറിനകത്ത് കൊണ്ടിടണം. അത് ഫസ്റ്റ് ആരാണോ വിൻ ചെയ്യണത് അവരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പൊസിഷൻ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഈ ക്യാപ്റ്റൻസിന് സെലക്ട് ചെയ്യാം. ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, ബ്ലാക്ക്, ഈ 4 കോയിൻസ് ഏത് വേണേലും കൊടുത്തിട്ട് ഗോൾഡ് കിട്ടിയ ആളിനെ, ഗോൾഡ് ആദ്യം കൊടുക്കുന്നയാൾക്ക് ഒരാളിനെ സെലക്ട് ചെയ്യുക. അങ്ങനെ അവരെ ഇഷ്ടത്തിന് ഗോൾഡാണ് കൊടുക്കുന്നതെങ്കിൽ അവരെ ടീമിൽ, ഇനി ഒരാൾ ഗോൾഡ് കൊടുത്ത് സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് സിൽവർ, അങ്ങനെയുള്ള ഒരു സംഗതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. പിന്നെ ഒരു മെൻ്റൽ ടാസ്ക് ഉണ്ടായിരുന്നു, സ്റ്റോറി ടെല്ലിങ്. സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതിഗംഭീരമായിരുന്നു കേട്ടോ. സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിരഞ്ജൻ ഒരു സ്റ്റോറി വായിക്കും. സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കളറിൻ്റെ പേര് പറയുമ്പോൾ ആ കളർ ബലൂൺ കുത്തി പൊട്ടിക്കണം. അപ്പോൾ അതായിരുന്നു ടാസ്ക്. അപ്പോൾ നല്ല രസമായിട്ടുള്ള ടാസ്ക് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നലെ കന്നഡയിലുണ്ടായത്. ഭയങ്കര ലോങ് ആയിപ്പോയി. പക്ഷേ കന്നഡയിലായിരുന്നു, നല്ല വിശദമായി പറയാനുണ്ടായിരുന്നുകൊണ്ടാണ് നല്ല ലോങ് ആയിപ്പോയത്. ഇനി നമുക്ക് മലയാളത്തിലോട്ട് വരാം. മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് ഒരു 6 പേർക്ക് ഒരു ടോപ്പിക് കൊടുത്തത്. പണ്ട് നമ്മൾ മാസ്ക് ഓഫ് എന്നൊക്കെ അവർ പറയുന്നത്, ഇതിലെന്ത് മാസ്ക് ഓഫ് ആവാനാണെന്ന് എനിക്കറിയില്ല. ഇത് പണ്ട് നമ്മൾ ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കുറേ സബ്ജക്റ്റ് കിട്ടാവും. അതിൽ നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, അതിന് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കണം, നിർത്താതെ സംസാരിക്കണം, അതുപോലൊരു സാധനം. അപ്പോൾ ഇവർക്ക് കൊടുത്തിരുന്ന ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിളിച്ചത് ലോലിറ്റയാണ്. ലോലിറ്റയെ വിളിച്ചിട്ട് മുത്തശ്ശി എന്നുള്ള ടോപ്പിക്കാണ് കൊടുത്തത്. രണ്ടാമത് ശ്യാമിനെ വിളിച്ചിട്ട് കളിയാക്കൽ എന്നുള്ള ടോപ്പിക്കാണ് കൊടുത്തത്. അപ്പോൾ അവർക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ അതിനകത്ത്. പിന്നെ മൂന്നാമത് ഷിബിനെ വിളിച്ചു. ഷിബിനയ്ക്ക് സൗന്ദര്യം എന്നുള്ള ടോപ്പിക്ക് കൊടുത്തു. പിന്നെ ഷാമോനെ വിളിച്ചു. ഷാമോന് സമയം എന്നുള്ള ടോപ്പിക്ക് കൊടുത്തു. അപ്പോൾ ടൈം ഫുള്ള് ഷാമോൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ടൈം എന്നുള്ള ഒരു സംഗതിയെ അത് അങ്ങ് വിശദമായിട്ട് പറഞ്ഞൊന്നുമില്ല. എന്നാലും പിന്നെ അടുത്തത് ജെറ്റിയാണ് വിളിച്ചത്. ജെറ്റിക്ക് നേഴ്സ് എന്നുള്ളതാണ്. ജെറ്റി നേഴ്സാണല്ലോ, സോറി. അപ്പോൾ അവർക്ക് കൊടുത്ത ടോപ്പിക് അത് തന്നെ. പിന്നെ രാകേഷിന് ഫാമിലി എന്നുള്ളൊരു ഇതായിരുന്നു കൊടുത്തത്. അപ്പോൾ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബോർഡർ ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസിനകത്ത് കണ്ട ഒരു ടാസ്ക്കാണ് ബോർഡർ ടാസ്ക്. ഇതിലിപ്പോൾ 2 ഈ കളം, അതായത് 2 ചതുരം വരച്ചിട്ടുണ്ട്, ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡർ അത് 2നുള്ളിൽ നിൽക്കുക കുറേ കളർ ബോട്ടിൽസ്, യെല്ലോയും
ബ്ലൂവും ബോട്ടിലുണ്ട്. അപ്പോൾ മാക്സിമം ബോട്ടിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ടീം അടുത്ത ബസർ കേൾക്കുമ്പോൾ എറിഞ്ഞ് വീഴ്ത്തണം. അപ്പോൾ ലാസ്റ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ എത്ര മാക്സിമം നമ്പർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടീം വിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ രഞ്ജിനിയുടെ ടീമാണ് ഫസ്റ്റ് വിജയിച്ചത്. അപ്പോൾ എനിക്ക് ടീംസിൻ്റെ ഓർമ്മയില്ല. എന്തായാലും അതിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പെൻഡൻറ്റ് ഉള്ള ഇതിനകത്ത് അതിൻ്റെ പവർ യൂസ് ചെയ്യാത്ത 2 ടീം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഒരു എക്സ്ട്രാ പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 10 സെക്കൻഡ്സ് ബെനിഫിറ്റ്. അതായത് ഫസ്റ്റ് ബസർ കേൾക്കുമ്പോൾ ആ 10 സെക്കൻഡ്സിനുള്ളിൽ ഇവർക്ക് മാക്സിമം ബോട്ടിൽ കളക്ട് ചെയ്യാം, അപ്പോൾ എറിയാൻ പാടില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അതായിരുന്നു ടാസ്ക്. ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ 4 പേരെ ഇന്നലെ എവിക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ എവിക്റ്റ് ചെയ്തത് പക്ക ടാസ്ക് നോക്കിയുള്ള എവിക്ഷൻ തന്നെയായിരുന്നു. വേറൊന്നും നമുക്കതിൽ പറയാനില്ല. അതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല. ടാസ്ക് നോക്കിയുള്ള എവിക്ഷൻ ആണെങ്കിൽ പക്ക നീറ്റ് എവിക്ഷൻ ആയിരുന്നു. 4 പേര് എവിക്റ്റായി. ഓക്കെ, ഇനി ബാക്കി അപ്പോൾ നമുക്ക് 28 പേരിൽ 24 പേരാണ് അതിൽ ബാലൻസ് ഉള്ളത്. ഇനി നമുക്ക് തമിഴിലേക്ക് വരാം. തമിഴിൽ നമുക്ക് ടാസ്ക് കണ്ടിന്യൂ വൈറ്റ് ഗോൾഡിൻ്റെ കണ്ടസ്റ്റൻസ് കയറി ടാസ്ക് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോറി, ടാസ്ക് അല്ല, ഇത് സെലക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു അവിടെ പക്കാ കോമൺ മാൻ തന്നെയാണ് വരുന്നത്. ഇന്നലെ ഒരു മുറുക്ക് കച്ചവടം ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ടായി. നല്ല രസമായിരുന്നു. അവരുടെ അടുത്ത് മുറുക്ക് വാങ്ങിച്ചിട്ട് പൈസ തരാതെ ഇരിക്കുന്ന ഒരാളുടെ അടുത്തും പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാജു ആയിരുന്നു ആളായിട്ട് നിന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന 2 ലേഡീസ് വന്ന് അവരെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട്, ഒരാൾ നൈറ്റിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ കോമൺ മാൻ കോമ്പറ്റീഷൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ കോമൺ മാൻ നൈറ്റി ഇട്ടുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും. എന്തായാലും അവർ 2 പേരും റിജക്റ്റ് ചെയ്ത് വിട്ടു. പിന്നെ ഒരു ഓട്ടോ 2-3 ഓട്ടോ ഒക്കെ ഉള്ള ആളിനെ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ 2 ലേഡീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ 2 ലേഡീസ് വന്നതിൽ ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും മറ്റേ ആൾ നമ്മുടെ തമിഴ് ആക്ടർ മാരനെ അറിയാവുന്ന, തമിഴ് സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. മാരൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ മകളായിരുന്നത്. പക്ഷേ പുള്ളിക്കാരെ കൺവേ ചെയ്യാൻ പറ്റിയില്ല. കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വോട്ട് യു ആർ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അമ്മ ആ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അവരെന്താണ്, അവരെക്കുറിച്ച് അവർക്ക് പറയാനേ പറ്റിയില്ല. അപ്പോൾ ഈ 2 പേരെയും റിജക്റ്റ് ചെയ്തു. പക്ഷേ ആ കുട്ടി അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ എന്തൊക്കെയോ പറയുന്നതെന്ന് പറഞ്ഞാൽ കോമൺ മാൻ ഈ ഷോ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഫ്രസ്ട്രേഷൻ മാത്രമാണ്. കാരണം തമിഴ് കോമൺ മാൻ ഫേക്ക് ആണെന്ന് ഒരിക്കലും തോന്നില്ല. കാരണം അത്രയും കോമണേഴ്സിനെ മാത്രമേ അവരതിനകത്ത് എടുക്കുന്നുള്ളൂ. ബാക്കി ഹൈ പ്രൊഫൈലുള്ളവർ, പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്, അങ്ങനത്തെ പ്രൊഫൈലുള്ളവരെയൊക്കെ അവർ റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് വന്നത് 2 ട്വിൻസും വേറൊരു പയ്യനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഡിബേറ്റ് പോലെ കൊടുത്തു. അവരെ 3 പേരെയും ഹോൾഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മോഡൽ വന്നു, അവനൊക്കെ റിജക്റ്റ് ചെയ്ത് വിട്ടു. മോഡലൊക്കെ റിജക്റ്റ് ചെയ്ത് വിട്ടു. ഒരു പ്ലസ് സൈസ് കണ്ടൻറ് ക്രിയേറ്റർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തടിയൊക്കെ ഉള്ളൊരു, കാണാൻ പക്ഷേ ക്യൂട്ടായിട്ടുള്ളൊരു ലേഡി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ നമുക്ക് അവർ കണ്ടൻറ് ക്രിയേറ്ററാണ്. അവരെ സെലക്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കുട്ടി. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഇതിനകത്ത് തമിഴിൽ 5 പേരെ റിജക്റ്റ് ചെയ്തു, 3 പേരെ സെലക്ട് ചെയ്തു, 2 പേരെ ഹോൾഡ് ചെയ്ത് വെച്ചു. ഇത്രയാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നല്ല രസകരമായിട്ട് പറയാനുള്ള സംഗതി തെലുങ്കിലാണ് വരുന്നത് കേട്ടോ. തെലുങ്കിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തെലുങ്കിലെ ടാസ്ക്, അതാണ് ടാസ്ക്. ഞാൻ വീണ്ടും പറയുന്നത് മലയാളത്തിലെ നഴ്സറി ടാസ്കുകളല്ല. ഇന്നലെ മലയാളത്തിൽ നഴ്സറി ടാസ്ക് ഒന്നും ആയിരുന്നില്ല. എന്നാലും അത്ര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ല കൊടുത്തത്. തെലുങ്കിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് നിങ്ങൾ കേൾക്കണം. അതിൽ നമുക്ക് ആകെ 3 പേരെ ഡയറക്റ്റ് സെലക്ട് ആയിട്ടുള്ളൂ. തെലുങ്കിൽ 27 പേരുണ്ടായിരുന്നു. ആ 27 പേരിൽ 8 പേരിനെ സ്പോട്ട് എവിക്റ്റ് ചെയ്തായിരുന്നു. പിന്നെ ബാലൻസ് ഉള്ള 19 പേരിൽ നിന്ന് 12 പേരെ മാത്രമേ സെലക്ട് ചെയ്യൂന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 12 പേരെ ആണ് അഗ്നിപരീക്ഷയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡെയർ ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഫുൾ ഓഫ് വെജിറ്റബിൾ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇത് ക്യാബിൻ പോലെ 2 ഇത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മുകളിലോട്ട് തല വെച്ച്
കുറച്ച് താഴെ ഇരിക്കണം. അതിലേക്ക് അവരുടെ തലയ്ക്ക് മുകളിലോട്ട് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് കൊണ്ടിടും. അത് ഈ മൂക്കിൻ്റെ തുമ്പ് വരെ കൊണ്ടിടും. അത് കഴിയുമ്പോൾ അവരുടെ അടുത്ത് ഒരു കുറച്ച് പൊട്ടറ്റോസ്, ഇവിടെ ബോയിൽഡ് പൊട്ടറ്റോസ് വെച്ചിട്ടുണ്ട്. ആ പൊട്ടറ്റോസ് സ്മാഷ് ചെയ്ത് അതിനകത്തുനിന്ന് 3 ക്ലൂ, കീ ഓപ്പൺ ചെയ്യാനുള്ള 3 ക്ലൂസ് ഉണ്ട്, ആ നമ്പേഴ്സ് അത് എടുക്കണം. അതെടുത്തിട്ട് ഓടിപ്പോയിട്ട് താഴേന്ന് വന്നിട്ട് ഓടിപ്പോയിട്ട് ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു ജ്യൂസ് വെച്ചിട്ടുണ്ട്. ആ ജ്യൂസും ഇതുപോലെ ഒരു നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു സംഭവം, ആ ജ്യൂസ് മുഴുവനായിട്ട് കുടിക്കണം. എന്നിട്ട് വൊമിറ്റ് ചെയ്യാതെ ബസറടിക്കുന്നവരെ പിടിച്ചു നിൽക്കണം. ഇതാണ് ടാസ്ക്. ഒരു ബോയും ഒരു ഗേളും ആയിരുന്നു കേട്ടോ. അതിപ്പോൾ എല്ലാവരും തന്നെ ഈ ടാസ്കിനകത്ത് 2 പേരെ ഒഴികെ എല്ലാവരും വിന്നിങ് ആയി. അപ്പോൾ ഈ 2 പേരിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുമായിരുന്നു. 2 പേരിൽ ഒരാൾ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വൈകിപ്പോയതിൻ്റെ പേരിൽ ഔട്ടായി എന്ന് പറഞ്ഞാൽ സ്പോട്ട് എലിമിനേഷൻ ആയിരുന്നില്ല, അവന് ഹോൾഡിൽ തന്നെ വെച്ചു, ഇയാൾ ഡയറക്റ്റ് സെലക്ട് ആയി. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രേക്കപ്പ് സ്റ്റോറി, ആർക്കൊക്കെ ബ്രേക്കപ്പ് ഉണ്ടെന്ന് ചോദിച്ചു. ബ്രേക്കപ്പ് സ്റ്റോറി പറയിപ്പിച്ചു. അതിനകത്ത് അവരുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സിനെ വിളിച്ചിട്ട് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് പറയണം. അവരുടെ അടുത്ത് സോറി പറയണം, ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് പറയണം. അപ്പോൾ അതിൽ 4 പേര് മാത്രമേ റെഡിയായുള്ളൂ. 4 പേര് റെഡിയായപ്പോൾ ഇവർക്കൊരു ടാസ്ക് കൊടുത്ത് ബസർ അടിക്കുമ്പം മുന്നിലൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. ഓടിപ്പോയിട്ട് ആ ബെല്ല് ആരാണോ ആദ്യം എടുക്കുന്നത് ആ ആൾക്ക് ഇത് ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ആദ്യം എടുത്തയാളിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അങ്ങനെ 3 പേരും എക്സിനെ വിളിച്ചിട്ട് 2 പേര് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. 3-മത്തെ ആൾ വന്ന് വിളിച്ചപ്പം ആളിനെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്, ഒരു രക്ഷയില്ല. അപ്പം 4-മത്തെ ആൾ വിളിച്ചു, കോൾ ചെയ്തു, സംസാരിച്ചു. പക്ഷേ അത് അപ്പം തന്നെ അവസാനിച്ച കാര്യമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. റെഡ് ഫ്ലാഗ് ആയിരുന്നു അവിടുന്ന്. പക്ഷെ അവരെ സെലക്ട് ചെയ്തു. കാരണം ആ കുട്ടിയുടെ ഒരു കാരണം അവർ ഗിവപ്പ് ചെയ്തില്ല, അവരത് ചെയ്തു എന്നുള്ളതാണ്. ദെൻ 3-മത്തെ ടാസ്ക് കുറച്ച് നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ടാസ്ക് ആയിരുന്നു. ടാറ്റു ആയിരുന്നു, ടാറ്റോയിങ്. അപ്പോൾ ഈ ടാറ്റു ചെയ്യാൻ 10 പേരാണ് റെഡിയായത്. അതായത് ആദ്യം പറഞ്ഞത് നെറ്റിക്ക് മുകളിൽ ഐ ലവ് ബിഗ് ബോസ് എന്ന് ടാറ്റു ചെയ്യണമെന്ന്. അവർ 10 പേര് റെഡിയായി. 10 പേര് റെഡിയായതിൽ ആ 10 പേര് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നെറ്റിയിൽ ചെയ്യുന്നത് 3 ഓപ്ഷൻ കൊടുത്തു. ഒന്ന് തൂന ബദ്ക, അതേപോലെ തൂന ജീവിതം, ഇത് തെലുങ്കിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഐ ആം എ ലൂസർ എന്ന് ഇംഗ്ലീഷിൽ ചെയ്യാൻ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പം നെറ്റി എന്നുള്ളത് മാറ്റി റിസ്റ്റിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ റിസ്റ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അവർ ഇതിനകത്തുനിന്ന് നേരത്തെ ടാസ്കിൽ വരാത്ത 3 പേരെ സെലക്ട് ചെയ്ത്, ബാക്കി എല്ലാവരും നേരത്തെ ടാസ്കിൽ പങ്കെടുത്തവരായതുകൊണ്ട് അവരെ മാറ്റി ഈ 3 പേരെ സെലക്ട് ചെയ്ത് 3 പേരിൽ നിന്ന് നേരത്തെ ഇതുപോലെ തന്നെ ബെല്ലടിക്കുമ്പോൾ എടുക്കുക എന്നുള്ള. അപ്പോൾ അങ്ങനെ എടുത്തു. അപ്പോൾ അതിൽ ഒരാൾ കിട്ടി സെറ്റ് ചെയ്ത് തൂന ബതുക്കു എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാമെന്ന്. ആക്ച്വലി തൂന ബതുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു തെലുങ്കിലെ ഏറ്റവും പരിഹാസപൂർവ്വം നമ്മൾ ഒരാളിനെ വിളിക്കുന്ന വേർഡാണ്, ഒരു സെൻറ്റൻസ് ആണത്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലൈഫ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, എന്തിനു കൊള്ളും, മലയാളത്തിൽ പറയാം എന്തിനു കൊള്ളും നിൻ്റെ ജീവിതം, അയ്യേ ചി അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലൊരു സെൻറ്റൻസ് ആണ് കേട്ടോ അത്. പക്ഷേ ആ പയ്യനത് ലൈഫ് ലോങ് അത് കയ്യിലുണ്ടാവില്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ബിഗ് ബോസിനകത്തൊക്കെ കയറുമ്പോൾ തൂന ബതുക്കുമെന്ന് ഇത് ടൈപ്പ് ചെയ്തൊന്ന് പച്ചകുത്തി നടക്കുന്ന ഒരാളുടെ അവസ്ഥ. പക്ഷെ അത് ചെയ്തു, ആളിനെ സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫോർ ഗേൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ഗേൾസും അതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നു. നേരത്തെ ടാസ്കിൽ ഫെയിലായിട്ടുള്ള ഒരാളിനെ മാറ്റി. കാരണം 2 ടാസ്കിൽ അടുപ്പിച്ച് ഫെയിലായി കഴിഞ്ഞാൽ അവർ എവിക്റ്റാണ്. അതുകൊണ്ട് ആ ആളിനെ മാറ്റി വെച്ചിട്ട് ഈ ഹെയർ സ്റ്റൈലുകൾ കാണിച്ചു കഴിഞ്ഞപ്പം ഒരാൾ ഗിവപ്പ് ചെയ്തു. ബാക്കി ഉണ്ടായിരുന്നവർക്ക് ഇതേ പറഞ്ഞ പോലെ ഒരു ബെല്ല് കൊടുത്തു, ബോയ് കട്ട്. എൻ്റെ ഹെയർ കട്ട് കണ്ടില്ലേ, ഇതേ കട്ടാണ് അവർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ ബെല്ലെടുത്ത ഒരാളിന് ആ ഒരു ടാസ്ക് കിട്ടി. അവരെ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ അവരെയും സെലക്ട് ചെയ്തു. ഇനി അടുത്തത് ഭയങ്കര ഒരു മൈൻഡ് ടാസ്ക് ആയിരുന്നു കേട്ടോ. 4 കാർഡുണ്ട്. ഈ 4 കളേഴ്സ് എൻവലപ്പ് അതിനകത്താണ് കാർഡ് ഇരിക്കുന്നത്. ഈ കാർഡിനകത്ത് 2 എണ്ണത്തിൽ ടോപ്പ് 15 2 എണ്ണത്തിൽ എക്സിറ്റ് എന്നുമാണുള്ളത്. അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും എക്സിറ്റ് കാർഡ് കിട്ടിയ ആൾ നേരെ ഔട്ടാണ്, എലിമിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 പേരും ടാസ്ക് ചെയ്യാൻ റെഡിയായി. 2 പേരെ ടാസ്ക് ചെയ്യാൻ റെഡിയായി വന്നുള്ളൂ. ആ 2 പേരും റെഡിയായി. ആ 2 പേരും എടുത്ത കാർഡിൽ
എക്സിറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർക്കും എക്സിറ്റ് എന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർ ഒരു മഡ് ടാസ്ക് കൊടുത്തു. മഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മഡ് പിറ്റ് കൊടുത്ത് വെച്ചിട്ട് അതിനകത്തൊരു ഗ്രീൻ കാർഡ് ഉണ്ട്. ആ ഗ്രീൻ കാർഡ് ആർക്കാണോ ആദ്യം കിട്ടുന്നത് അവരെ സെലക്ട് ചെയ്യൂല, പക്ഷേ കാരണം 2 പേർക്കും എക്സിറ്റ് ആണല്ലോ കിട്ടിയത്, അതുകൊണ്ട് സെലക്ട് ചെയ്യില്ല, അവരെ ഹോൾഡിൽ വെക്കും, മറ്റേ ആൾ സ്പോട്ട് എലിമിനേറ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരാൾക്ക് ഗ്രീൻ കാർഡ് കിട്ടി, മറ്റേ ആൾ സ്പോട്ട് എവിക്റ്റായി. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ഇന്നലത്തെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19 പേരിൽ ബാലൻസ് 19 പേർക്കാണ് ടാസ്ക് നടന്നുകൊണ്ടിരുന്നത്. 19 പേരിൽ 4 പേര് അഗ്നിപരീക്ഷയിലോട്ട് കയറി, ബാക്കി ഒരാൾ എലിമിനേറ്റായി. ഇനി 14 പേരാണ് ബാലൻസ് ഉള്ളത്. അതിൽ 8 പേർക്ക് കൂടി സെലക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലെ 4 ഭാഷയിലും കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പം ഇനി ഏത് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തെലുഗു ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത്. ഏറ്റവും 50 പേരിൽ നിന്നും അവർ 20 പേരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ അഗ്നിപരീക്ഷയിലേക്ക്. അതിൽ തന്നെ ടഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. 5 പേരെ അവർ എലിമിനേറ്റ് ചെയ്യും. 15 പേരിൽ നിന്ന് എത്ര പേരെ ഇത്തവണ സെലക്ട് ചെയ്യുമെന്ന് അറിയില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്ര പേരെ സെലക്ട് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നലെ നടന്നത്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാം കൂടെ കണ്ട് തമിഴും കൂടി തുടങ്ങാനുണ്ട്. അതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള. പക്ഷേ ഇപ്പം 3 ഭാഷകളിൽ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനകത്ത് മലയാളം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങൾ ടീം ക്രൂ മെമ്പേഴ്സ് ദയവ് ചെയ്തിട്ട് തെലുഗും കന്നഡയൊക്കെ നിങ്ങൾ വ്യൂവേഴ്സ് എന്ത് പറയുന്നു എന്നുള്ളതെല്ലാം നോക്കുന്നത്. നിങ്ങൾ ബിഗ് ബോസിലേക്കാണ് ആൾ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സ് ഹെവി ടാസ്ക് ആണ് എന്ന് പറയുമെന്നുള്ള പേടിയല്ല നിങ്ങൾക്ക് വേണ്ടത്. ഇവർ കോൺഫിഡൻ്റ് അല്ല എന്നുള്ള പേടിയല്ല വേണ്ടത്. നിങ്ങൾ ടഫസ്റ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരാളുടെ മുഖത്തും ഒരു കോൺഫിഡൻസ് ഇല്ല. അല്പമെങ്കിലും ഒരു കോൺഫിഡൻസ് കണ്ടത് ആ രാകേഷ് എന്ന് പറയുന്നവരെ ഫേസിൽ മാത്രമാണ്. ബാക്കി ഒരാളുടെ ഫേസിലും ഒരു കോൺഫിഡൻസും ഇല്ല. ഈ അവിടെ നിൽക്കുന്ന അഗ്നിപരീക്ഷയിൽ നിൽക്കുന്ന ഇതിനകത്ത് ഒരു മിനിമം ഞാൻ അങ്ങനെ എണ്ണിയിൽ 8-10 പേരെ എനിക്ക് നേരിട്ടറിയാവുന്ന വ്യക്തികളാണ്. അവർ എവിടെ ചെന്നാലും ഭയങ്കര കോൺഫിഡൻ്റ് അവിടെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് അവരുടെ മുഖത്ത് ഒരു കോൺഫിഡൻസും ഇല്ല. അവരെ പേടിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെയല്ല, ഇത് തെലുഗു കന്നഡയിലൊക്കെ ഇരിക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കാണണം. അയ്യോ, ആ സ്പോർട്ടിംഗ് സ്പിരിറ്റ് അത് കാണണം. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത സീസണൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, എനിക്ക് കമൻസ് ഇടണം, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ എന്നെ ഫോളോ കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വേണ്ട അല്ലേ, നമ്മൾ 4 ഭാഷയിലും നമസ്കാരം പറഞ്ഞല്ലേ തുടങ്ങിയത്. അപ്പോൾ എവ്രി വൺ ധന്യവാദങ്ങളു, നന്ദി, നന്ദി, ധന്യവാദങ്ങളു, ബൈ ബൈ.